2026 PSC ചോദിച്ച പ്രധാന കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ 2025 സ്വാതന്ത്ര്യ ദിന ആഘോഷവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഇന്ത്യയുടെ 2025 സ്വാതന്ത്ര്യ ദിന ആഘോഷവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? വിശിഷ്ട അതിഥികളായിട്ട് മറ്റ് രാജ്യത്തലവന്മാർ ഉണ്ടായിരുന്നില്ല. 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു 2025 നടന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി 3, 4 എന്നിവ. വിശിഷ്ടാതിഥികളായിട്ട് മറ്റ് രാജ്യത്തലവന്മാർ ഉണ്ടായിരുന്നില്ല. 79ാമത് സ്വാതന്ത്ര്യ ദിന ആഘോഷമായിരുന്നു 2025 നടന്നത്. ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യ ദിനം 2025. പ്രമേയം തീം എന്താണ്? നവഭാരതമാണ് 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ തീം. ലക്ഷ്യം 2047 ഇന്ത്യയെ സമൃദ്ധവും സുരക്ഷിതവുമാക്കുക. 2026 77ാമത് റിപ്പബ്ലിക് ഡേക്ക് വേദിയായത് എവിടെയാണ്? ഡൽഹിയിലെ കർത്തവ്യ പഥാണ്. 77ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ വേദി കർത്തവ്യ പഥാണ്. പ്രമേയം വന്ദേ മാതരം 150 വർഷങ്ങളാണ്. മുഖ്യാതിഥികൾ ഉർസുല വോൺ ഡെർ ലയൻ, അന്റോണിയോ കോസ്റ്റ. 2025 രസതന്ത്ര നോബൽ സമ്മാനം എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? ഏതിനാണ്? 2025 കെമിസ്ട്രി നോബൽ സമ്മാനം, രസതന്ത്ര നോബൽ സമ്മാനം ഏതിന്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകിയത്? ഓപ്ഷൻ സി മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കിനാണ് 2025 രസതന്ത്ര നോബൽ സമ്മാനം നൽകിയത്. രസതന്ത്ര നോബൽ 2025 സുസുമി കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി എന്നിവർക്കാണ് ലഭിച്ചത്. നേട്ടം മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികാസത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. രസതന്ത്ര നോബൽ 2025 നേടിയവർ 3 പേരാണ്. സുസുമി കിറ്റഗോവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി എന്നിവർ. രസതന്ത്ര നോബൽ 2024 നേടിയവർ 3 പേരാണ്. ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എം ജംബർ. ലഭിച്ച നേട്ടം പ്രോട്ടീന്റെ ഘടനയും മറ്റുമടങ്ങിയ ഗവേഷണങ്ങൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. രസതന്ത്ര നോബൽ നേടിയവർ 3 പേരാണ്. ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എം ജംബർ എന്നിവരാണ്. ഈ 3 പേരാണ് 2024 രസതന്ത്ര നോബൽ സമ്മാനം നേടിയവർ. അപ്പോൾ 2025 രസതന്ത്ര നോബൽ സമ്മാനം എന്തിനായിരുന്നു? മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകൾക്ക്. 3ാമത്തെ ചോദ്യം, നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ്? അത് അശ്വനി വൈഷ്ണവ് ആണ്. ഓപ്ഷൻ സി അശ്വനി വൈഷ്ണവ് ആണ് നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി. നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത് ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ, ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കർ, വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനി, ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. ഇന്ത്യയുടെ വ്യാവസായിക മന്ത്രി ആരാണ്? പീയൂഷ് ഗോയൽ. റെയിൽവേ മന്ത്രി ആരാണ്? അശ്വനി വൈഷ്ണവ് ആണ്. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ 2025 പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാനത്തിലെ 2025 പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ആരാണ്? അത് ജസ്റ്റിസ് ജി ശശീന്ദ്രനാണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ. 2026 സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ BS മാവൂജി. പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജി ശശിധരൻ. അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ KG സനൽകുമാർ എന്നിവരാണ്. സുപ്രീം കോടതിയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന? ഓപ്ഷൻ ബി 51. 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് 53ാമത് സൂര്യകാന്ത് ആണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ 26ാമത് ഗ്യാനേഷ് കുമാർ. റിസർവ് ബാങ്ക് ഗവർണർ 26ാമത് സഞ്ജയ് മൽഹോത്ര. UPSC ചെയർമാൻ അജയ് കുമാർ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കെ സഞ്ജയ് മൂർത്തി. കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് TCA കല്യാണി. ലോക്സഭാ സ്പീക്കർ 18ാമത് ഓം ബിർള എന്നിവരാണ് നിലവിൽ പദവികൾ വഹിക്കുന്നവർ.
ഇന്ത്യയുടെ ഇപ്പോഴത്തെ അതായത് 2025 ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആരായിരുന്നു? രാജീവ് കുമാർ ആയിരുന്നു 2025 ചീഫ് ഇലക്ഷൻ കമ്മീഷൻ. എന്നാൽ ഇപ്പോൾ നിലവിൽ 2026 ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആരാണ്? അത് ജ്ഞാനേഷ് കുമാറാണ്. 26ാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ജ്ഞാനേഷ് കുമാർ. അല്ല 2025 എക്സാമിന് ചോദിക്കുന്ന സമയത്ത് രാജീവ് കുമാർ ആയിരുന്നു. നിലവിൽ ജ്ഞാനേഷ് കുമാറാണ് 2026. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ഓപ്ഷൻ എ ജാനിക് സിന്നർ ആണ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയത്. 2025 ഫ്രഞ്ച് ഓപ്പൺ കാർലോസ് അൽക്കാരസും കോക്കോ ഗോഫുമാണ് നേടിയത്. വിംബിൾഡൺ അവാർഡ് നേടിയത് യാനിക് സിന്നർ, ഇഗ സ്വിയാറ്റെക് എന്നിവരാണ്. 2025 US ഓപ്പൺ നേടിയവർ കാർലോസ് അൽക്കാരസ്, ആര്യാന സബലിംഗ. നിലവിൽ 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയത് കാർലോസ് അൽക്കാരസ്, എലീന റബാക്കിന എന്നിവരാണ്. 2024 ജൂണിൽ അന്തരിച്ച പ്രശസ്തനായ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ CNR റാവു ഏത് മേഖലയിലാണ് ശ്രദ്ധേയനായത്? കെമിസ്ട്രി, രസതന്ത്രം. ഓപ്ഷൻ സി രസതന്ത്രവുമായിട്ടാണ് CNR റാവു ബന്ധപ്പെടുന്നത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ 2025 ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? ഇന്ത്യയുടെ 2025 ഇപ്പോഴത്തെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? അത് TV സോമനാഥനാണ്. ഓപ്ഷൻ ബി TV സോമനാഥനാണ് 2025 ക്യാബിനറ്റ് സെക്രട്ടറി. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ, കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്, കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി, കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥൻ എന്നിവരാണ്. ഇപ്പോഴത്തെ 2025 ദേശീയ വിവര അവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി ഹീരാലാൽ സമാരിയ. ഹീരാലാൽ സമാരിയയാണ് 2025 ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ. ലോകത്തിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനമായ വേൾഡ് ബാങ്കിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ സി അജയ് ബംഗ. അജയ് ബംഗയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനമായ വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ്. അജയ് ബംഗ. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ജില്ലയിലാണ് മനസ്വിനി എന്ന പേരിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ജില്ലയിലാണ് മനസ്വിനി എന്ന പേരിലുള്ള ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം ഉള്ളത്? കോട്ടയത്താണ്. ഓപ്ഷൻ സി മനസ്വിനി കോട്ടയത്താണ്. ട്രാൻസ്ജെൻഡർമാർക്കായിട്ടുള്ള സമഗ്ര പദ്ധതിയാണ് മഴവില്ല്. സമന്വയ പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ്? സംസ്ഥാന സാക്ഷരതാ മിഷൻ ആണ്. ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സഹായ പദ്ധതിയാണ് വർണ്ണം. മഴവില്ല് പദ്ധതി നടപ്പിലാക്കുന്നത് സാമൂഹിക നീതി വകുപ്പാണ്. ട്രാൻസ്ജെൻഡർ പോളിസി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം എപ്പോഴാണ്? വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം എപ്പോഴാണ്? അത് ഓപ്ഷൻ ഡി ആണ്. 2025 നവംബർ 23. 2025 നവംബർ 23. ഓപ്ഷൻ ഡി ആണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം. വൺ ഹെൽത്ത് പ്രോഗ്രാമിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? വൺ ഹെൽത്ത് പ്രോഗ്രാമിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ ഡി ആണ് മനുഷ്യൻ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചുള്ള സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുക. ഇതാണ് വൺ ഹെൽത്ത് പ്രോഗ്രാമിന്റെ ലക്ഷ്യം. മനുഷ്യൻ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചുള്ള സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുകയാണ് വൺ ഹെൽത്ത് പ്രോഗ്രാമിന്റെ ലക്ഷ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റ സെന്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? AI ഡാറ്റ സെന്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അത് ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ AI ഡാറ്റ സെന്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? അത് ഹാൻകാങ്ങിനാണ്. ഹാൻകാങ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഹാൻകാങ്. 2024 സാഹിത്യ നോബൽ ജേതാവ് ഹാൻകാങ് ആണ്. 2025 സാഹിത്യ നോബൽ ജേതാവ് ലാലോ കൃഷ്ണ ഫോർട്ട്കെ ആണ്. ലാലോ കൃഷ്ണ ഫോർട്ട്കെ.
2025 വൈദ്യശാസ്ത്ര നോബൽ മേരി ഇ ബ്രാങ്കോ, ഫ്രെഡ് റാംസ്ഡൽ, ഷിമോൺ സകാഗുച്ചി. ഭൗതികശാസ്ത്ര നോബൽ ജോൺ ക്ലാർക്ക്, മൈക്കൽ എച്ച് ഡെവോറൈറ്റ്, ജോൺ എം മാർട്ടിനസ്. രസതന്ത്ര നോബൽ സുസുമി കിറ്റഗോവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി. സമാധാന നോബൽ മരിയ കൊറീന മച്ചാഡോ. സാമ്പത്തിക ശാസ്ത്ര നോബൽ ജോയൽ മോഖിൻ, ഫിലിപ്പ് ആഗിയോൺ പീറ്റർ എന്നിവരാണ്. 2025 സാഹിത്യ നോബൽ പുരസ്കാരം ലഭിച്ചതാരാണ്? 2025 സാഹിത്യ നോബൽ പുരസ്കാരം ലഭിച്ചതാരാണ്? അത് ഓപ്ഷൻ സി ആണ്, ലാസ്ലോ ക്രാസ്ന ഹോർഖെ. ലാസ്ലോ ക്രാസ്ന ഹോർഖെയ്ക്കാണ്. 2024 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ 43ാമത് കേന്ദ്രം ഏതാണ്? 2024 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ 43ാമത്തെ കേന്ദ്രം ഏതാണ്? അത് ഓപ്ഷൻ സി ആണ്, മൊയി ഡാമുകളാണ്. മൊയി ഡാമുകൾ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ്? അത് പുല്ലമ്പാറയാണ്. പുല്ലമ്പാറ. ഏത് ബഹിരാകാശ പേടകം വഴിയാണ് സുനിത വില്യംസും സഹയാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയത്? ഏത് ബഹിരാകാശ പേടകം വഴിയാണ് സുനിത വില്യംസും സഹയാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയത്? അത് ഓപ്ഷൻ ഡി ആണ്, ബോയിങ് സ്റ്റാർ ആണ്. ബോയിങ് സ്റ്റാർ ലൈനറിലാണ് സുനിത വില്യംസും സഹയാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയത്. കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? കേരളം കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 2025 നവംബർ 1-നാണ്. 2025 നവംബർ 1 കേരളം കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി പ്രഖ്യാപിച്ചു.